ഹായ്, നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മുയൽ. ഇന്ന് ഇവനെ നമ്മളങ്ങോട്ട് പൊരിച്ചടിക്കാൻ പോകും. നമ്മളിപ്പോൾ ഒരെണ്ണം പോയി മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത്. ആദ്യം തന്നെ പറയാം, ഇത് കാട്ടുമുയലൊന്നുമല്ല, ബ്രോയിലർ മുയലാണ്. അപ്പം നമ്മൾ ഇവനെയാണ് ഇന്ന് റെഡിയാക്കാൻ പോകുന്നത്. നമ്മൾ നമ്മുടെ മുയലിനെ ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിരിക്കുകയാണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മുടെ മസാലക്കൂട്ടുകൾ ചേർക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ ആദ്യം ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ്. മുയലിന് മസ്റ്റായിട്ട് വേണ്ട ഒരു സാധനമാണ് കുരുമുളക് പൊടി. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർക്കുകയാണ്. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് മുളക് പൊടി ചേർക്കും. ഒത്തിരി വേണ്ട, കുറച്ച് മുളക് പൊടി മതി. അതിനുശേഷം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഗരം മസാലപ്പൊടി ചേർക്കും. നമ്മൾ വേറെ മസാലയൊന്നും ചേർക്കുന്നില്ല, ഗരം മസാല മാത്രമാണ് ചേർക്കുന്നത്, അതും ലേശം. അതിനുശേഷം ഉപ്പ്, പിന്നെ ഒരല്ലി ചെറുനാരങ്ങ. ഇനി നമ്മുടെ മസാല എല്ലാം കൂടെ മുയലിൻ്റെ മേത്ത് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം. ഉള്ളിലോട്ട് നന്നായിട്ട് മസാല കയറണം. അതേ രീതിയിൽ ചേർത്ത് വെക്കുക. ഒത്തിരി മസാല കൂട്ടുകളിട്ട് ചെയ്ത് കഴിഞ്ഞാൽ മുയലിനൊരു ടേസ്റ്റ് കാണത്തില്ല. അതിൻ്റെ നാച്ചുറൽ ആയിട്ടുള്ള ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത്രയും സാധനങ്ങൾ മാത്രം, അതും ചെറിയ രീതിയിൽ. ഇനി ഇത് നമ്മളിങ്ങനെ നന്നായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്തോട്ട് മസാലയൊക്കെ അങ്ങ് പിടിക്കും. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ മുയലിൻ്റെ മസാല എല്ലാം നന്നായിട്ട് പിടിച്ചിരിക്കുകയാണ്. ഇനി ഇതിനെ നേരെ ഗ്രില്ലിലോട്ട് കയറ്റാം. നമ്മുടെ മസാല എല്ലാം കൂടെ ചേർത്ത് വെച്ചിരിക്കുന്ന മുയലാണ്. അപ്പോൾ ഇതിന് ഒന്നോടെയാണ് നമ്മളിന്ന് ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ ഇതിനെ നേരെ നമ്മുടെ ഗ്രില്ലിൻ്റെ കമ്പിയിലോട്ട് അങ്ങോട്ട് എടുത്ത് വെക്കുക. മുയലിന് നല്ല വേവുള്ളൊരു സാധനമാണ്. അത് കാരണം കുറച്ച് നേരം കൂടുതൽ നേരം ഇരുന്നാൽ മാത്രമേ മുയൽ വേഗത്തുള്ളൂ. നമ്മുടെ മുയൽ നന്നായിട്ട് ഒരു സൈഡ് വെന്ത് കിടക്കുകയാണ്. അപ്പം ഇനി ഇതിനെ നേരെ പിടിച്ച് അങ്ങോട്ട് തിരിച്ചിടും. ഒന്നോടെ തന്നെ ഇങ്ങനെ തിരിച്ചിടും. കണ്ടല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റെങ്കിലും കിടക്കണം. സാധാരണ പോലെ മുയലിന് അത്യാവശ്യം നല്ല വേവാണ്. അത് കാരണം ഒരു 15 മിനിറ്റെങ്കിലും കിടന്നാലേ ഇത് വെന്ത് വരത്തുള്ളൂ. അപ്പം ആ 15 മിനിറ്റ് വേകാനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഗ്രിൽഡ് മുയൽ അങ്ങനെ സെറ്റായിട്ടിരിക്കുകയാണ്. അല്ലോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇതേപോലെ നല്ല പൂ പോലെ വെന്തിരിക്കുകയാണ്. അപ്പം നമ്മൾ ഇതിങ്ങനെ കിള്ളി എടുക്കുകയാണ്. കണ്ടല്ലോ, ഇത് മുയൽ സാധാരണ എല്ലാ ഇതും പോലല്ല, ഇച്ചിരി റബ്ബറിഷാണ്. അപ്പം നമുക്കിതിങ്ങനെ കിള്ളി എടുത്തിട്ട് ഇങ്ങനെ കഴിയാം. അപ്പം ഇതേപോലെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോകളുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതിന് ആദ്യം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ പുതിയ പുതിയ വീഡിയോകൾ ഇടുമ്പോഴത്തേക്കും ആദ്യം തന്നെ നിങ്ങൾക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ ആ കാണുന്ന ബെല്ലൈക്കൺ കൂടെ അമർത്തുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോയും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ, സെൽഫ് ക്ലാസ്.